കറ്റാനത്ത് കുടുംബം സഞ്ചരിച്ച കാറിന് നേരെ കോൺഗ്രസ് പ്രവർത്തകരുടെ ആക്രമണമുണ്ടായെന്ന പരാതി ഉയർന്ന സംഭവത്തിൽ 6 കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. പത്തനാപുരം സ്വദേശി ഷിയാസും കുടുംബവുമാണ് ആക്രമണത്തിന് ഇരയായത്. വാഹനങ്ങൾക്കും യാത്രക്കാർക്കും തടസ്സമുണ്ടാക്കി പ്രകടനം നടത്തിയതിന് കോൺഗ്രസ് നേതാക്കളടക്കം 25 പേർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. KP റോഡിൽ തഴവാമുക്കിൽ കുടുംബം സഞ്ചരിച്ച കാറിന് നേരെ കോൺഗ്രസ് പ്രവർത്തകരുടെ ആക്രമണമുണ്ടായതായി പരാതി ഉയർന്ന സംഭവത്തിൽ 6 കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. പത്തനാപുരം സ്വദേശി ഷിയാസും കുടുംബവുമാണ് ആക്രമണത്തിന് ഇരയായത്. KP റോഡിൽ തഴവാമുക്കിൽ ഞായറാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. AICC ജനറൽ സെക്രട്ടറിയും MP-യുമായ KC വേണുഗോപാലിന് അഭിവാദ്യം അർപ്പിച്ച് നടത്തിയ പ്രകടനത്തിനിടെയാണ് ആക്രമണമുണ്ടായതെന്നാണ് പരാതി. ഗതാഗതം തടസ്സപ്പെടുത്തി അക്രമാസക്തമായി പ്രകടനം നടത്തിയ കോൺഗ്രസ് പ്രവർത്തകർ വാഹനത്തെ ആക്രമിക്കുകയായിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു. കാറിലുണ്ടായിരുന്ന സ്ത്രീകളെയും കുട്ടികളെയും അടക്കം അസഭ്യം പറഞ്ഞുവെന്നും വാഹനത്തിന്റെ ഗ്ലാസ് തല്ലി തകർത്തുവെന്നുമാണ് പരാതി. പത്തനാപുരത്ത് നിന്ന് അഴീക്കൽ ബീച്ചിലോട്ട് വരുന്നത് എൻ്റെ സ്ഥലം പത്തനാപുരമാണ്. ഞാനാണ് വണ്ടി ഓടിച്ചത്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പം ഇവിടെ വലിയൊരു തടിലോറി ക്രോസ് ചെയ്ത് ഈ ചെറിയ കട്ട് റോഡിൽ നിന്ന് ക്രോസ് ചെയ്ത് കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വണ്ടി തടിലോറിക്ക് പോകാൻ വേണ്ടി നമ്മൾ ഇവിടെ നിർത്തി കൊടുക്കും. അപ്പോൾ കോൺഗ്രസ്സുകാർ റാലി അതുവഴി പോകുന്നുണ്ടായിരുന്നു. അപ്പം നീ ആരുടെ ഇവിടെ വണ്ടി നിർത്താൻ നമ്മൾ ഇതുവഴി പോകാമെന്ന് ചോദിച്ചുകൊണ്ട് ഒരു കോൺഗ്രസിൻ്റെ ഒരു വെളുത്ത ഷർട്ടിയുടെ ഹൈറ്റുള്ളൊരു പുള്ളി നമ്മുടെ വണ്ടിയെ ഒന്ന് ഒറ്റയിടി. അപ്പോൾ അതിൽ ഗ്ലാസ് നല്ലപോലെ പൊട്ടി. അങ്ങനെ നമ്മുടെ വൈഫ് ഫ്രണ്ട് ഇരിപ്പുണ്ടായിരുന്നു. വൈഫിൻ്റെ മുഖത്താണ് ഗ്ലാസ് കയറിച്ചത്. പുറകിൽ കുറേ ലേഡീസും പിള്ളേരൊക്കെ ഉണ്ട്. ഗ്ലാസ് താത്തപ്പോഴത്തേക്ക് ഒരാൾ വന്നിട്ട് സോറി പറയുക. സോറി പറഞ്ഞിട്ട് അടുത്ത ആൾ വന്നിട്ട് അകത്തേക്ക് കയറി തെറി വിളിക്കുക. പ്രകടനം കടന്നുപോകുന്ന വഴിയിൽ വാഹനം നിർത്തിയെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. അതേസമയം വാഹനങ്ങൾക്കും യാത്രക്കാർക്കും തടസ്സമുണ്ടാക്കി പ്രകടനം നടത്തിയതിന് കോൺഗ്രസ് നേതാക്കളടക്കം 25 പേർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. CDNet ന്യൂസ്, കായംകുളം.